എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലേ. രാവിലെ ഇടിയപ്പമായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പം ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചിട്ടിട്ട് കറിയുടെ പരിപാടിയൊക്കെ നോക്കാനുണ്ട്. അപ്പം ഇന്ന് മീനൊന്നും വന്നിട്ടില്ല, മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നാടൻ കോവയ്ക്കുണ്ട്. അപ്പം മോളത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മെഴുക്കുരട്ടി എടുക്കാം. പിന്നെ ഒരു അരച്ചുകൂട്ട് കറി വേണം. തക്കാളി അരച്ചുകൂട്ടാന്ന് വിചാരിക്കുകയാണ്. ഇവിടെ തക്കാളി അരച്ചുകൂട്ടുന്ന എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അടുക്കളയിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മോള് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടോ, വീഡിയോ ഓണാണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് അറിയത്തില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ക്യാമറ വെച്ച് കഴിയുമ്പോഴായിരിക്കുമല്ലോ അടുക്കളയിലേക്ക് ഓരോരുത്തർ കയറി വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ഞാനത് മെഴുക്ക് പുരട്ടാനായിട്ട് കോവയ്ക്ക അടുപ്പത്ത് ചീനിച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. വറ പൊട്ടിച്ചിട്ട് അതിലേക്ക് കോവയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉപ്പ് ആവശ്യത്തിനൊക്കെ ചേർത്തിട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എടുക്കും. നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി എടുക്കും പോലെ. തോരൻ വയ്ക്കാനും നല്ലതാണ് കോവയ്ക്ക, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അരച്ചു കൂട്ടാനുള്ളത് ഞാൻ ഇവിടെ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അത് വറയിലിട്ടിട്ട് നമുക്ക് ചാറാക്കി എടുക്കണം. അതിന് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണയും കടുകും എല്ലാം പൊട്ടിച്ചിട്ട് തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതിലേക്കുള്ള അരപ്പുമൊക്കെ ചേർത്ത് കറിയാക്കി എടുക്കണം. എപ്പോഴും ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ കാണാറുള്ളല്ലേ. അപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ കറി ഉണ്ടാക്കി കൊണ്ടുവന്നതിനിടയ്ക്ക് എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ കുപ്പിയിൽ ഒഴിച്ചു വെച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ എണ്ണ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് പകർത്തി എടുക്കാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ നാളെ നമുക്ക് എണ്ണ മില്ലിൽ പോയി വാങ്ങണം. എണ്ണയ്ക്കും തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില അല്ലേ. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ എത്ര വിലയാണെന്ന് പറഞ്ഞാലും നമുക്കത് വാങ്ങിയേ പറ്റുള്ളൂ അല്ലേ. കുറച്ചാണെങ്കിൽ അതിൽ ഉപയോഗിച്ചില്ലെങ്കിൽ കറിക്കും നമുക്ക് ടേസ്റ്റ് തോന്നത്തില്ല. ഇതിനു മുമ്പാണെങ്കിലുമൊക്കെ നമുക്ക് സവോളയ്ക്കും വെളുത്തുള്ളിക്കൊക്കെ എന്ത് വില കൂടിയതാണ്. പക്ഷേ എന്നാലും നമ്മൾ കറിയുടെ ഉപയോഗത്തിന് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ വാങ്ങിക്കും അല്ലേ. കുറച്ചാണെങ്കിൽ പോലും വാങ്ങിക്കും. അപ്പോൾ ഞാൻ ആ കറിക്കുള്ളതേ തക്കാളി വറവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ നോക്കിയത്. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് അരച്ചിട്ട് കറിയിൽ ചേർത്ത് അരച്ചൂട്ട് കറിയാക്കി എടുക്കണം. പിന്നെ മീൻ എന്തെങ്കിലും വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇതൊരു 2 ദിവസം മുന്നേയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പത്രത്തിൽ വരുന്ന വാർത്തയൊക്കെ കണ്ടല്ലോ എല്ലാവരും അല്ലേ. കപ്പൽ മുങ്ങിയതും കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറൊക്കെ തീരത്തൊക്കെ അടിയുന്നുണ്ടെന്നും ഇപ്പോൾ വന്ന ന്യൂസിലൊന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല. പിന്നെ വിഷവാതകം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് മീൻ വാങ്ങണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നല്ല കാറ്റും കറണ്ട് രാവിലെ പോയിട്ടാണെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ കറണ്ടൊക്കെ വന്നത്. ഇപ്പം ഞാൻ അരച്ചൂട്ട് കറിക്കുള്ള തക്കാളി അരിഞ്ഞിട്ട് വേഗം അടുപ്പത്ത് വെച്ചിട്ടുമാണ് തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നത്. ഇത് വിരിച്ചിട്ടിട്ട് വേണം ചെന്നിട്ട് ഇനി അതിന് തേങ്ങ ചിരണ്ടി അരച്ച് കറിയാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുന്നുള്ള വീഡിയോ ആയിരുന്നു ഇതെന്ന് പറഞ്ഞില്ല. അന്ന് നമുക്ക് നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല കാറ്റും മഴയൊക്കെയാണ്. ഒട്ടും തോർച്ചയൊന്നുമില്ല. ഒരു മഴ വന്ന് അങ്ങോട്ട് മാറിയ ഉടനെ തന്നെ അടുത്ത മഴക്കാർ വെച്ചിട്ട് അടുത്ത മഴ പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാവിലെയെങ്കിൽ നല്ലൊരു കാറ്റടിച്ചപ്പോൾ നമ്മുടെ ചാമ്പ മരത്തിൻ്റെ വലിയൊരു കമ്പൊടിഞ്ഞ് നമ്മുടെ തെക്കേ വീടിൻ്റെ സൈഡോട് ചേർന്ന് വീണിട്ട് അവരെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ടതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ തക്കാളി അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമൊക്കെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അരച്ച് ചേർത്താൽ മാത്രം മതി. അപ്പോൾ പൊട്ടിച്ച തേങ്ങയൊന്നും ഇരിപ്പില്ലായിരുന്നേ. അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ട് തന്നെ അതൊന്ന് പൊട്ടിച്ച് ചിരണ്ടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്ത് കേട്ടോ. നല്ല വെള്ളമാണെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒഴിച്ചെടുത്തത്. പക്ഷേ ഞാനത് ഒരു കവള് കുടിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി കേട്ടോ, വെള്ളം മോശമാണെന്നുള്ളത്. കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു തേങ്ങയ്ക്ക്, പക്ഷേ മധുരമില്ലായിരുന്നു. ഞാൻ പിന്നെ അത് കളഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിച്ച് അടുക്കളയിൽ പാചകത്തിനിടക്ക് നമുക്ക് വേറെയും ചില പണികളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകും കേട്ടോ. അപ്പുറത്തൊക്കെ എന്തെങ്കിലും തൂക്കാനോ തുടക്കാനോ അല്ലെങ്കിൽ
ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പുറത്തതാണെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് പോകും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനിടക്കിലൂടെ നടക്കും. ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് പൊടിമീൻ കിട്ടിയിട്ട് ഞാൻ പിന്നെ അതും കറിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉച്ചയൂണെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഊണെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റൗട്ടിൽ കുറച്ച് നേരം എപ്പോഴും ഇരിക്കാറ് പതിവുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കാറ്റൊക്കെ അടിച്ചിട്ട് ഇലയെല്ലാം മറന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ അതെല്ലാം ഒന്ന് അടിച്ചു വാരി കളയാലാന്ന് വെച്ചു. പക്ഷേ ഇപ്പോഴും നല്ല മഴക്കാറ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മഴ വരാൻ ചാൻസ് ഉണ്ട്. നല്ല മഴക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ എല്ലാം അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അടിച്ചു വാരി കഴിയുന്നതിന് മുമ്പേ മഴ വീഴുമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് മഴക്കാറുമുണ്ട്. ചെറുതായിട്ട് മഴ തൂളുന്നുമുണ്ട്, ഓരോ തുള്ളി പൊടിക്കുന്നുമുണ്ട്. അപ്പം ഞാനത് എത്രയും പെട്ടെന്ന് അത് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിന്ന് അടിച്ചത്. ഞാനിത് അടിച്ചു വരുന്ന സമയത്ത് അച്ഛനും മോനും സിറ്റൗട്ടേ ഇരിപ്പുണ്ടേ. അപ്പോൾ മോൻ അച്ഛനോട് പറയണേ, അച്ഛാ അത് കണ്ട, അമ്മയുടെ പണി കണ്ട, പനി പിടിപ്പിക്കാനാണ് കേട്ടോ, അതേ നല്ല മഴ വരുന്നുണ്ട്, അതെല്ലാം മഴ പിടിക്കുന്നുമുണ്ട്, വേഗം പോരാൻ പറ അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ മൊത്തം അടിച്ചു വരാൻ നിന്നില്ല കേട്ടോ. മഴ ശരിക്കും പെയ്ത് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓടി പെട്ടെന്ന് കയറി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ പെയ്തു. മഴ നല്ല കനത്ത് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ, മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.